കോടതി തന്ന വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ വിധി കൊണ്ട് തൃപ്തരാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കോടതി ചെയ്തത് നല്ല കാര്യം തന്നെ. പക്ഷേ നമുക്ക് ഇതിനപ്പുറം അവനെ തൂക്കിക്കൊല്ലയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അവർ ഇനി പോരാടുമെന്ന് പറയുന്ന വക്കീലുമായിട്ട് ആലോചിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാനാണ് താല്പര്യം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതെ അതെ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ശേഷമുള്ള ഡോക്ടർ വന്ദനയുടെ കുടുംബത്തിന്റെ പ്രതികരണമായിരുന്നു ഇത്. നിയമത്തിന് കൊടുക്കാൻ പറ്റുന്ന വിധി ഇതായിരിക്കും. വധശിക്ഷ എന്നതിനേക്കാളുപരി തങ്ങളുടെ മകൾ അനുഭവിച്ച വേദന പ്രതി അറിയണം. പ്രാണഭയത്താൽ അവൾ ഓടിയപ്പോൾ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ ശരീരത്തിലേറ്റ 27 കുത്തുകൾ, ഒരു കൈയിലെയും കാലിലെയും മാംസത്തോടെ അടർന്ന ശരീരം, ആ വേദനയെല്ലാം അവൻ അറിയണം. അങ്ങനെയുള്ള ശിക്ഷ കിട്ടണം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ സംഭവം നടന്ന് 2.5 വർഷത്തിന് ശേഷമാണ് പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കേസിലെ വിധിയിൽ തൃപ്തരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം 2 തരത്തിലുള്ള ശിക്ഷകളാണ് കോടതിക്ക് നൽകാൻ സാധിക്കുന്നത്. ഒന്ന് ജീവപര്യന്തം തടഞ്ഞു കഴിഞ്ഞ തടവും, അതല്ലെങ്കിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് വധശിക്ഷയും കോടതിക്ക് അനുവദിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് അപൂർവമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് 302 പ്രകാരമുള്ള അടുത്ത ശിക്ഷയായ ജീവപര്യന്തം കഠിന തടവ് കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 പ്രകാരം 1 ലക്ഷം രൂപ പിഴ കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് കൂടാതെ മറ്റു വകുപ്പുകൾക്കും കോടതി പിഴ ഉത്തരവുണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടിയുടെ, യുവ ഡോക്ടറുടെ ജീവനെടുത്ത പ്രതി സന്ദീപിന് തൂക്കുകയർ വിധിക്കുമെന്നായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. അതായത് ഒരു ജോലി ചെയ്യുന്നതിനിടെ ആശുപത്രിയിൽ കയറി ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവം, ഒരു യുവ ഡോക്ടറുടെ മരണം, ഒരു കുടുംബത്തിൻ്റെ ഏക മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അങ്ങനെയുള്ള ഒരു അനുഭവം ഒരുപക്ഷെ ഇനി ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത്. ഇതുപോലുള്ള കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ വിധിക്കണം, പരമാവധി ശിക്ഷ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ ഡോക്ടർ വന്ദനയ്ക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, വിധി വന്നപ്പോൾ ജീവപര്യന്തം അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഈ ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? വളരെ സുപ്രധാനമായ വിധിയാണ് ഇന്ന് കൊല്ലം സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇത് പരിഗണിക്കണം എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. പക്ഷേ ഇത് കോടതി പരിഗണിച്ചില്ല. കാരണം അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് ഈ കേസ് പരിഗണിക്കണമെങ്കിൽ ഈ മുൻവൈരാഗ്യം തുടങ്ങിയ ചില നിബന്ധനകൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തി. അതിലാണ് ജീവപര്യന്തം ഈ കേസ് നിലനിൽക്കും. 302 വകുപ്പ് പ്രകാരം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 302 കൊലപാതകം നടന്നു എന്നുള്ളത്, കൊലപാതകം പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ജീവപര്യന്തം തടവ് 1 ലക്ഷം രൂപ പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് 6 മാസം കൂടി 6 മാസം തടവും അനുഭവിക്കണം. അതുപോലെ തന്നെ IPC 307 ചുമത്തിയിട്ടുണ്ട്. കൊലപാതക ശ്രമമാണ്. 10 വർഷം തടവും 50,000 രൂപ പിഴയും ആണ്. അതുപോലെ തന്നെ പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. IPC 306 ചുമത്തിയിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കൽ നിയമമാണ്. 10 വർഷം തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 25,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്.
പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസമാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. അതുപോലെ തന്നെ IPC 324 ഉണ്ട്. ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ നിയമമാണ്. ഇതിൽ 1.5 വർഷം തടവിനാണ് പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത്. IPC 323 ഉണ്ട്. സാധാരണ പരിക്കാണ്. ഇതിന് 3 മാസ തടവാണ്. അതുപോലെ തന്നെ IPC 321 സ്വമേധയാ പരിക്ക് വരുത്തൽ നിയമമാണ്. 2 വർഷം തടവാണ്. അതുപോലെ തന്നെ 10,000 രൂപ പിഴയും കൂടി ചുമത്തിയിട്ടുണ്ട്. IPC 341 ഉണ്ട്. തടഞ്ഞുവയ്ക്കൽ, സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തില്ല. അതായത് വന്ദനദാസിനെ ആശുപത്രിയിൽ തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്തിയതായിട്ടാണ് ഈ കേസിൽ തെളിയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ തടഞ്ഞു നിർത്തിയതിന് 1 മാസം തടവാണ് കോടതി ശിക്ഷിച്ചത്. IPC 332 പൊതു സേവനത്തിലുള്ള ആളിനെ ആക്രമിക്കൽ നിയമത്തിൽ വരുന്നതാണ് 332. അത് 9 മാസം തടവാണ്. അതുപോലെ തന്നെ IPC 333 ഉണ്ട്. പൊതുസേവനത്തിലുള്ള ആളിന് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കൽ 2 വർഷം തടവിനാണ് അതിന് ശിക്ഷിച്ചിരിക്കുന്നത്. IPC 201 വകുപ്പ് തെളിവ് നശിപ്പിക്കൽ 2 വർഷം തടവ്, 10,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ആശുപത്രി ജീവനക്കാരെ ഉപദ്രവിച്ചുള്ള സ്പെഷ്യൽ ആക്ട് ഉണ്ട്. അത് സ്പെഷ്യൽ നിയമത്തിൽ വരുന്ന അതിൽ 3-4 വകുപ്പുകൾ പ്രകാരമാണ് 5 വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴ ഒടുക്കണം. അതുപോലെ തന്നെ പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ലഭിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏകദേശം 33 വർഷം, മറ്റ് വകുപ്പുകൾ 33 വർഷമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ 3 വർഷം വിചാരണ കാലയളവ് കഴിഞ്ഞതിന് ശേഷം 30 വർഷമുണ്ട്. അതിനുശേഷമാണ് ജീവപര്യന്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോം, യെസ്, എന്തായാലും വിനീഷിലേക്ക് എത്താം. കാരണം ഈയൊരു വിധിക്ക് ശേഷം കുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് കൂടി അറിയണം. നേരത്തെ നമ്മൾ അമ്മയുടെയും മുത്തശ്ശിയുടെയും വാക്കുകൾ കേട്ടതാണ്. കഴിഞ്ഞ 2.5 വർഷത്തോളം മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തിയ ഒരച്ഛനുണ്ട്. മകളുടെ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി മകളുടെ പേരിൽ ആശുപത്രി നിർമ്മിച്ച ഒരു പിതാവ്. ഏക മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇന്നും ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത്ര വലിയ പ്രതീക്ഷയായിരുന്നു ആ മകൾ ഡോക്ടറായി എത്തുന്നത് കാണാൻ ആഗ്രഹിച്ച. ചെറുപ്പം മുതൽ അവളെക്കുറിച്ച് സ്വപ്നം കണ്ടൊരു പിതാവുണ്ട്. ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും, കേസ് കോടതി പരിഗണിക്കുന്ന ഓരോ കാലയളവിലും, അന്നെല്ലാ ദിവസങ്ങളിലും ഈ അച്ഛനും അമ്മയും കോടതിയിലെത്തുമായിരുന്നു. ഇന്നും മകളെ ഓർത്ത് നീറിക്കഴിയുന്ന കുടുംബം. നീതി കിട്ടിയില്ല എന്ന ഒരു വികാരമാണ് അവർ പങ്കുവെച്ചത്. സ്വാഭാവികമായും നിയമ പോരാട്ടം തുടരും. ഹൈക്കോടതിയെ സമീപിക്കും. പ്രോസിക്യൂഷനുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പിതാവ് വ്യക്തമാക്കിയത്. ഇതിൽ ആശ്വാസമുണ്ട്. അത് തൽക്കാലം പറയാൻ സാധിക്കില്ല. കാരണം ചെയ്ത തെറ്റിന് പര്യാപ്തമായ ഒരു ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ പോലെ തന്നെ ഞങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. കാരണം മോള് അകാരണമായിട്ട് ചികിത്സിച്ച് കൊണ്ടിരുന്ന ആ പേഷ്യൻ്റ് തന്നെ ഇത്രയും 10-27 പ്രാവശ്യത്തോളം കത്തി ഉപയോഗിച്ച് മാരകമായിട്ട് കുത്തി കൊന്ന് വേദന അനുഭവിച്ച എൻ്റെ മോള് 4.5 മണിക്കൂറോളം വേദന അനുഭവിച്ച എൻ്റെ മോള് ആശ്രയം ആരുമില്ലാതെ പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം 2 വർഷവും 10 മാസവും 11 ദിവസവും ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഈ പ്രതിക്ക് 30 വർഷത്തെ തടവും അതിനുശേഷം ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പൊതുസമൂഹത്തെ പോലെ ഞങ്ങളും ഉദ്ദേശിച്ചത് ഈ ഒരു ശിക്ഷയല്ലായിരുന്നു. കാരണം അതിനുവേണ്ടി ഞങ്ങൾ കൂടുതൽ ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ച ശേഷം ഞങ്ങൾ മേൽ കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പറയാനുള്ളത്. വീണ്ടും എസ് വിനീഷിലേക്ക്. വിനീഷ്, ഈ വിധിയിൽ ആശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഒരു പൂർണ്ണമായും കുടുംബം തൃപ്തരല്ല. കാരണം പ്രതിക്ക് ശിക്ഷ കിട്ടിയെന്ന് അവർ ആശ്വസിക്കുന്നുണ്ട്. പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തിയതിൽ ആശ്വാസമുണ്ട്. കാരണം നമുക്കറിയാം ഈ പ്രതി മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമൊക്കെ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആനുകൂല്യം, ആ നിയമത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല നീക്കങ്ങളും ഉണ്ടായതാണ്. സ്വാഭാവികം. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രതി ബോധപൂർവം നടത്തിയ, സുബോധത്തോടെ നടത്തിയ കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാണ്
സന്ദീപ്, അധ്യാപകനായിരുന്ന സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുകയും ഏറ്റവും ഒടുവിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത്. ഇനി എന്തായിരിക്കും അടുത്ത തീരുമാനമെന്നറിയണം. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും പരമാവധി ശിക്ഷ ഇതുതന്നെയാണോ ആവശ്യം? തീർച്ചയായും ടോം, കുടുംബം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കുടുംബത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു. അപൂർവമായിട്ട് തന്നെ ഈ കേസ് പരിഗണിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായി കോടതിയിൽ അവർക്ക് തെളിവുകൾ സഹിതം വാദിക്കാനും ഈ കേസ് വിജയിപ്പിക്കാനും സാധിച്ചപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം തൻ്റെ മകൾക്ക് നീതി ലഭിക്കും, ഈ കൊലയാളിക്ക് തൂക്കുകയർ ലഭിക്കും, അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കും എന്നുള്ള അങ്ങനെ അവർ കരുതിയിരുന്നു. പക്ഷേ ഇന്നാണ് ഇത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവന ഉണ്ടായത്. പക്ഷേ ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന കാര്യം, വിധിയിൽ അവർ പൂർണ്ണമായും തൃപ്തരല്ലെങ്കിൽ പോലും അല്പം ആശ്വാസമാണ്. ജീവിതകാലം മുഴുവനും ഈ പ്രതി ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 30 വർഷമാണ് മറ്റ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ജീവപര്യന്തം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പോയാലും ഇയാൾക്ക് ജീവിതകാലം മുഴുവനും കിടക്കേണ്ടി വരും എന്ന് തന്നെയാണ്. അപ്പോൾ എന്നാലും ഇത് പോരാ എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്താണ് പ്രോസിക്യൂഷനും അത്തരത്തിൽ ഉള്ള കാര്യം തന്നെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അതിനുള്ള നിയമ നടപടികളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നീങ്ങും എന്നാണ് അറിയുന്നത്. പക്ഷേ എല്ലാ തെളിവുകളും തങ്ങൾക്ക് അനുകൂലം തന്നെ ആയിരുന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കി 200 പരം തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിൽ CCTV ദൃശ്യങ്ങളൊക്കെ വളരെ നിർണായകമാണ്. നമ്മൾ അതെല്ലാം നേരത്തെ പറഞ്ഞതാണ്. ആശുപത്രിയിൽ ഈ പ്രതി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പല ആംഗിളിലുള്ള ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വോട്ട് ചെയ്താണ് കോടതിയിൽ കാണിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് ഈ പ്രതി അക്രമസക്തനാകുന്നതും വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ വലിയ തെളിവായി തന്നെ മാറി. അതിലുപരി പ്രതി ആശുപത്രി കിടക്കയിൽ, അതായത് ഈ വന്ദനദാസ് ആശുപത്രിയിൽ പ്രതിയുടെ മുറിവിൽ മരുന്ന് വെക്കുന്ന സംബന്ധം പ്രതി തന്നെ ഒരു ദൃശ്യം പകർത്തിയിരുന്നു മൊബൈൽ ഫോണിൽ. ഈ ദൃശ്യം ഒരു ബന്ധുവിന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് വലിയ നിർണായകമായി വലിയ തെളിവായി തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ കേസിൽ കൊള്ളക്കം സൃഷ്ടിച്ച ഈ വലിയ കേസിൽ സംസ്ഥാനം ഒട്ടാകെ കാതോർത്തിരുന്ന ഈ കേസിൽ ഇന്നാണ് വിധി വന്നത്. ജീവപര്യന്തം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടോം, എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കുടുംബം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.